ഇന്ന് ഞാൻ നിങ്ങളെ പരിചയപ്പെടുത്താൻ പോകുന്നത് നല്ലൊരു അതിമനോഹരമായിട്ടുള്ള ഒരു ബ്രാൻഡഡ് മെറ്റീരിയൽ മാത്രം യൂസ് ചെയ്ത് നിർമ്മിച്ചിരിക്കുന്ന വീടാണ്. ഞാനിപ്പോൾ നിൽക്കുന്ന തിരുവനന്തപുരത്ത് പോത്തൻകോടിന് അടുത്താണ്. ഇവിടെ 5.1 സെൻറ്റിൽ 2100 സ്ക്വയർ ഫീറ്റിൽ താഴെ 2 ബെഡ്റൂമും മുകളിൽ 2 ബെഡ്റൂമും അങ്ങനെ 4 ബെഡ്റൂമോട് കൂടിയതും കൂടാതെ 3 ബാൽക്കണിയും അതുകൂടാതെ അടുക്കളയും വർക്ക് ഏരിയയുള്ള ഒരു അടിപൊളി ഇരുന്ന വീടാണ്. അപ്പോൾ നിങ്ങൾക്ക് 85 ലക്ഷം രൂപയ്ക്ക് അകത്ത് സ്വന്തമാക്കാൻ പറ്റുന്ന വീടാണ്. അപ്പോൾ നമുക്ക് നേരെ വീടിൻ്റെ കാഴ്ചകൾ കണ്ടുവരാം. അപ്പോൾ നമുക്ക് ഈ ലൊക്കേഷനെ കുറിച്ച് പറയുകയാണെങ്കിൽ മെയിൻ ബസ് റൂട്ട് വളരെ അടുത്താണ്. അതുകൂടാതെ ചുറ്റും അതിലേക്ക് ഒരു നല്ല ഡിസൈനൊക്കെ കൊടുത്തും അതുപോലെ നാച്ചുറൽ സ്റ്റോണിൻ്റെ ക്ലാഡിങ്ങൊക്കെ കൊടുത്തിരിക്കുന്നത്. അപ്പോൾ നമുക്ക് നേരെ ഫ്രണ്ട് ഗേറ്റിലേക്ക് വരാം. ഇവിടെയെല്ലാം യൂസ് ചെയ്തിരിക്കുന്നത് WPC പാനലാണ്. അതും ഈ ഒരു ഗേറ്റ് നോക്കുവാണെങ്കിൽ രണ്ട് ഭാഗത്തേക്കും ഇതുപോലെ ഫോൾഡ് ചെയ്യാൻ പറ്റുന്ന ഗേറ്റുകളാണ് കൊടുത്തിരിക്കുന്നത്. അപ്പോൾ നമുക്ക് നേരെ അടുത്തൊരു ഗേറ്റ് നോക്കുകയാണെങ്കിൽ അങ്ങനെ തന്നെയാണ്. ഇവിടെ നമുക്ക് നേരെ ഇതിങ്ങനെ ഫോൾഡ് ചെയ്തുകൊണ്ട് അകത്തേക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു ഗേറ്റാണ് കൊടുത്തിരിക്കുന്നത്. അതുകൂടാതെ ഇങ്ങോട്ടേക്കാണെങ്കിൽ ഫുള്ള് നാച്ചുറൽ സ്റ്റോണാണ്, കടപ്പ സ്റ്റോണാണ് യൂസ് ചെയ്തിരിക്കുന്നത്. അതിൽ ആർട്ടിഫിഷ്യൽ ഗ്രാസും കൊടുത്തിട്ടുണ്ട്. ഇനി ഈ വീടിൻ്റെ ഫ്രണ്ടിലേക്കുള്ള ഈ ഒരു ഡിസൈൻ നോക്കുകയാണെങ്കിൽ ഫുള്ളും നാച്ചുറൽ സ്റ്റോണാണ്. ഇതെല്ലാം സാൻഡ് സ്റ്റോണാണ്. അതുപോലെ ഇങ്ങോട്ടേക്ക് സ്റ്റോണാണ് കൊടുത്തിരിക്കുന്നത്. ഇവിടെയും നാച്ചുറൽ സ്റ്റോൺ തന്നെയാണ്. അത് കൂടാതെ ഒരു പ്ലാന്റും വെച്ച് പിടിപ്പിച്ചിട്ടുണ്ട്. ഇവിടെ നമുക്ക് 2 കാറുകൾക്ക് സുഖമായിട്ട് പാർക്ക് ചെയ്യാനുള്ള സ്പേസ് ഉണ്ട്. അപ്പോൾ നമുക്ക് നേരെ വീടിൻ്റെ സിറ്റ് ഔട്ടിലേക്ക് വരാം. സിറ്റ് ഔട്ട് നോക്കുവാണെങ്കിൽ ഫുള്ള് ലെപ്പോത്ര ഗ്രാനൈറ്റാണ് ട്രെഡ് കൊടുത്തിരിക്കുന്നത്. റൈസർ ടൈലുമാണ്. അപ്പോൾ നമുക്ക് നേരെ സിറ്റ് ഔട്ടിലേക്ക് വരാം. ഇവിടെ നോക്കുവാണെങ്കിൽ ഫ്രണ്ട് വാതിലും ജനാലും ഫുള്ള് പ്ലാവിലാണ് നിർമ്മിച്ചിരിക്കുന്നത്. അതുകൂടാതെ മുകളിലായിട്ടൊരു പ്രോ ലിഫ്റ്റ് വിൻഡോയും കൊടുത്തിട്ടുണ്ട്. ഇവിടെ ആയിട്ട് എല്ലാം യൂസ് ചെയ്തിരിക്കുന്നത് 16 mm തിക്നെസ് ഉള്ള റോഡാണ് യൂസ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ നമുക്കത് ഇവിടെ മാത്രമല്ല, ഇവിടെ ഫുള്ള് വിൻഡോസ് ഫുള്ള് യൂസ് ചെയ്തിരിക്കുന്നതെല്ലാം ഈ ഒരു തിക്നെസ് അകത്തേക്കാണ്, അല്ലാതെ അകം പൊള്ളയല്ല. ഫുള്ള് ഈ ഒരു തിക്നെസ് റോഡാണ് വരുന്നത്. അപ്പോൾ നമുക്ക് നേരെ വീടിൻ്റെ ഫ്രണ്ട് വാതിലേക്ക് വരാം. ഇത് നോക്കുവാണെങ്കിൽ മാറ്റ് ഫിനിഷുള്ള പോളിഷാണ് ഇരിക്കുന്നത്. ഒരു ഗ്ലോസി അല്ല, ഫുൾ പ്ലാവാണ്. അപ്പോൾ നമുക്ക് നേരെ വീടിൻ്റെ അകത്തെ കാഴ്ചകളിലേക്ക് വരാം. ഒരു ഡബിൾ ഡോറാണ് കൊടുത്തിരിക്കുന്നത്. ഡബിൾ ഡോർ നേരെ നമുക്ക് അകത്തേക്ക് വരുവാണ്. ഇവിടെ യൂസ് ചെയ്തിരിക്കുന്ന AG എന്ന ബ്രാൻഡാണ്. ഇനി റൂമിലാണെങ്കിൽ വർമോര ഉണ്ട്. അടുക്കളയിൽ യൂസ് ചെയ്തിരിക്കുന്നത് സെറയാണ്. മുകളിൽ കജാരി എന്ന ബ്രാൻഡാണ് യൂസ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ നമുക്ക് നേരെ ഇവിടുത്തെ ലിവിങ്ങിലേക്ക് വരാം. ലിവിങ്ങിലേക്ക് വരുമ്പോൾ നല്ലൊരു TV കൊണ്ട് കൊടുത്തിട്ടുണ്ട്. അതെല്ലാം ഒരു ഗോൾഡ് തീമിലുള്ള ലാമിനേഷൻ കൊടുത്തിട്ടുണ്ട്. ഫുള്ള് HDF ലാമിനേഷൻ ചെയ്തിരിക്കുകയാണ്. അതുകൂടാതെ മുകളിലെല്ലാം നല്ല വാമായിട്ടുള്ള സീലിംഗാണ് ചെയ്തിരിക്കുന്നത്. ഫുള്ള് പ്രൊഫൈൽ ചാനൽ ലൈറ്റും കൊടുത്തിട്ടുണ്ട്. വലിയ സർഫസ് ലൈറ്റുകളും കൊടുത്തിട്ടുണ്ട്. ഇവിടെ ആയിട്ട് നല്ലൊരു ഹാങ്ങിങ് ലൈറ്റ് കൊടുത്തിട്ടുണ്ട്. പ്ലാന്റ് വെച്ച് പിടിപ്പിച്ചിട്ടുണ്ട്. അപ്പോൾ എല്ലാം വളരെ നീറ്റായിട്ട് ചെയ്തിരിക്കുന്നത്. വലിയ വിൻഡോയെ കൊടുത്തിരിക്കുന്നത്. ഇനി നമുക്ക് നേരെ ഇവിടുത്തെ ഡൈനിങ് ഏരിയയിലേക്ക് വരാം. നല്ല വിശാലമായിട്ടുള്ള ഡൈനിങ് ഏരിയയാണ്. ഇവിടെയും ഈ ഒരു ടൈൽ തന്നെ യൂസ് ചെയ്തിരിക്കുന്നത്. വേറെ വ്യത്യാസം വരുത്തിയിട്ടില്ല. ഇവിടുത്തെ ഫിറ്റിക്സ് വാഷ് ബേസിനും അതുപോലെ ടാപ്പ് നോക്കുവാണെങ്കിൽ ജാഗ്വർ എന്ന ബ്രാൻഡാണ് യൂസ് ചെയ്തിരിക്കുന്നത്. ഈ മിറർ നോക്കുവാണെങ്കിൽ നമുക്ക് ഓഫ് ചെയ്യാൻ ഓൺ ചെയ്യാൻ പറ്റുന്ന 3 കളറിലേക്ക് ചേഞ്ച് ചെയ്യാൻ പറ്റുന്ന മിററാണ് കൊടുത്തിരിക്കുന്നത്. അതുകൂടാതെ ഇവിടെ അക്രിലിക്കിൻ്റെ ഒരു ഫ്ലൂട്ടഡ് പാനലും കൊടുത്തിട്ടുണ്ട്. താഴെയായിട്ട് കബോർഡുകളും കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് നേരെ ഇനി ഇവിടുത്തെ സീലിംഗിലേക്ക് വരാം. നല്ല നീറ്റായിട്ടുള്ള സീലിംഗാണ് ചെയ്തിരിക്കുന്നത്. നമുക്ക് ആ ലിവിങ് ഏരിയ കണ്ടതുപോലെ തന്നെയാണ് 3 ഹാങ്ങിങ് ലൈറ്റും കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് നേരെ ഇവിടുത്തെ DBയിലേക്ക് വരാം. DB നോക്കുവാണെങ്കിൽ ഫുള്ള് ലെഗ്രൻ എന്ന ബ്രാൻഡാണ് യൂസ് ചെയ്തിരിക്കുന്നത്. ലെഗ്രൻ്റെ മാത്രമേ യൂസ് ചെയ്തിട്ടുള്ളൂ. അപ്പോൾ നമുക്ക് നേരെ ഇനി സ്വിച്ച് ബോർഡിലേക്ക് വരാം. സ്വിച്ച് ബോർഡ് നോക്കുവാണെങ്കിൽ ലെഗ്രൻ്റെ തന്നെയാണ്. വേറെ ബ്രാൻഡിൽ വേറെ വ്യത്യാസം വരുത്തിയിട്ടില്ല. ഇനി നമുക്ക് നേരെ കിച്ചണിലേക്ക് വരാം. കിച്ചണിലേക്ക് ഒരു ബ്രേക്ക്ഫാസ്റ്റ് കൗണ്ടർ കൊടുത്തിട്ടുണ്ട്. അതിൻ്റെ താഴെയായിട്ടും കൊടുത്തിരിക്കുന്നത് ഫുള്ള് അക്രിലിക് ഫ്ലൂട്ടഡ് പാനലാണ് കൊടുത്തിരിക്കുന്നത്. അപ്പോൾ നമുക്ക് നേരെ ഇനി ഇവിടുത്തെ കിച്ചണിലേക്ക് വരാം. കിച്ചണിലേക്ക് വരെ ഇവിടെ യൂസ് ചെയ്തിരിക്കുന്നത് സെറയുടെ ബ്രാൻഡ് ടൈലാണ്. അതുപോലെ അപ്പോക്സി കൊടുത്തിട്ടുണ്ട്. മുകളിലായിട്ട് ഫുള്ള് കബോർഡ് ചെയ്തിരിക്കുകയാണ്. ഇതെല്ലാം മറൈൻ പ്ലേ ആണ്. അതിൽ ലാമിനേഷൻ കൊടുത്തിരിക്കുകയാണ്. ആ ലാമിനേഷൻ ഉപയോഗിക്കുന്ന അക്രിലിക്കാണ് ലാമിനേഷൻ ചെയ്തിരിക്കുന്നത്. എല്ലാം നല്ല ക്വാളിറ്റിയായിട്ടാണ് ചെയ്തിരിക്കുന്നത്. അതുകൂടാതെ നമുക്ക് ഫേബറിൻ്റെ ഇലക്ട്രിക് ചിമ്മിനിയും കൊടുത്തിട്ടുണ്ട്. ഇവിടെ യൂസ് ചെയ്യുന്ന ഗ്രാനൈറ്റിന് പ്രത്യേകത ഉണ്ട്. ഇത് യൂസ് ചെയ്തിരിക്കുന്നത് ഗാലക്സി ഗ്രാനൈറ്റാണ്. അത് എക്സ്പോർട്ട് ക്വാളിറ്റിയാണ്. ഒരു മിറർ ഫിനിഷുള്ള ഗ്രാനൈറ്റ് യൂസ് ചെയ്തിരിക്കുന്നത്. അതുപോലെ സിങ്കും കാണാം. അതെല്ലാം ജാഗ്വർ തന്നെയാണ്. ഇവിടെ ഫുള്ള് അപ്പർ ഗ്രാനൈറ്റ് കൊടുത്തിരിക്കുകയാണ്. ഒരു ഗോൾഡൻ തീം, റോസ് ഗോൾഡ് ഫിനിഷിലുള്ള പ്രൊഫൈൽ ഹാൻഡിലാണ് കൊടുത്തിരിക്കുന്നത്. അതുപോലെ റൈറ്റ് സൈഡിലായിട്ടാണ് ഫ്രിഡ്ജിൻ്റെ സ്പേസ് കൊടുത്തിരിക്കുന്നത്. ഇനി നമുക്ക് കിച്ചൺ കൂടാതെ ഒരു വർക്ക് ഏരിയയുടെ ഉണ്ട്. അപ്പോൾ നമുക്ക് നേരെ വർക്ക് ഏരിയ കാഴ്ചകളിലേക്ക് വരാം. വർക്ക് ഏരിയ നോക്കുവാണെങ്കിൽ ഇവിടെ ആയിട്ട് പുറത്തായിട്ട് ഈ ഒരു ഭാഗത്തെ വർക്ക് ഏരിയ വരുന്നത്. അവിടെ 2 ഭാഗത്തും ഗ്രില്ല് ചെയ്ത് ഡോർ കൊടുത്തിരിക്കുകയാണ്. സിങ്കും കൊടുത്തിട്ടുണ്ട്. അതുകൂടാതെ ഇവിടെ ഒരു കിണറും കൊടുത്തിട്ടുണ്ട്. കിണർ കൂടാതെ തന്നെ വാട്ടർ കണക്ഷനുണ്ട്. അപ്പോൾ നമുക്ക് നേരെ ഇനി ഇവിടുത്തെ റൂമിലെ കാഴ്ചകളിലേക്ക് പോകും. അപ്പോൾ ഈ ഗ്രൗണ്ട് ഫ്ലോറിൽ 2 ഭാഗത്ത് റൂം വരുന്നുണ്ട്. അതുകൂടാതെ ഈ ഒരു ഫോയർ സ്പേസിലായിട്ട് ഒരു ബുക്ക് ഷെൽഫ് കൊടുത്തിട്ടുണ്ട്. ഇനി ഇവിടെ ഒരു ഇൻവെർട്ടറിൻ്റെ സ്പേസ് ഉണ്ട്. അതുകൂടാതെ വീണ്ടും ഒരു ബുക്ക് ഷെൽഫ് ചെയ്ത് തരുന്നതാണ്. ഇവിടെ ഒരു പ്ലാന്റും ഉണ്ട്. അപ്പോൾ നമുക്ക് നേരെ റൂമിലെ കാഴ്ചകളിലേക്ക് വരാം. ഈ ഒരു റൂം നോക്കുവാണെങ്കിൽ ഇവിടെ യൂസ് ചെയ്തിരിക്കുന്നത് വർമോറയുടെ വെട്രിഫൈഡ് ടൈലാണ്. 4x2 സൈസാണ്. അതുകൂടാതെ ഈ റൂമിൻ്റെ സൈസ് നോക്കുവാണെങ്കിൽ 12 സൈസുള്ള റൂമാണ്. അതുകൂടാതെ മുകളിലെല്ലാം ഒരു വാമായിട്ടുള്ള സർഫസ് ലൈറ്റ് കൊടുത്തിരിക്കുന്നത്. കൂടാതെ തന്നെ ഇവിടെയും നമുക്ക് ആ ഒരു പ്രോ ലിഫ്റ്റ് വിൻഡോ കൊടുത്തിട്ടുണ്ട്.
ഇനി നമുക്ക് നേരെ വാർഡ്രോബിലേക്ക് വരാം. വാർഡ്രോബിലെ വളരെ നീറ്റായിട്ട് വാർഡ്രോബാണ് കൊടുത്തിരിക്കുന്നത്. അതുകൂടാതെ തന്നെ ഷെൽഫുകൾ നോക്കാം. സെൻട്രലായിട്ട് ഷെൽഫിൽ പ്രത്യേകിച്ച് കൊടുത്തിട്ടുണ്ട്. ഇവിടെ എല്ലാം ആ നേരത്തെ പറഞ്ഞൊരു അക്രിലിക് ലാമിനേഷൻ പോലെ ആ ഒരു ഫിനിഷാണ് ചെയ്തിരിക്കുന്നത്. ഇനി നമുക്ക് നേരെ വാഷ്റൂമിലേക്ക് വരാം. വാഷ്റൂമിലേക്ക് വരുന്ന ഈ ഒരു ഭാഗത്താണ് മിറർ വരുന്നത്. അപ്പോൾ നമുക്ക് നേരെ വാഷ്റൂം എങ്ങനെയുണ്ടെന്ന് നോക്കാം. വാഷ്റൂം നോക്കുവാണെങ്കിൽ ഫുള്ള് ജാഗ്വാറിൻ്റെ ഫിറ്റിങ്സ് മാത്രമാണ്, വേറെ ഒന്നും യൂസ് ചെയ്തിട്ടില്ല. ഫുള്ളി ജാഗ്വാറാണ്. അതുപോലെ ഡൈവർട്ടർ യൂസ് ചെയ്തിട്ടുണ്ട്. വാഷ് ബേസിൻ ആവട്ടെ, അതുപോലെ ഫ്ലോർ മൗണ്ടഡ് ക്ലോസറ്റ് അല്ല, വോൾ മൗണ്ടഡ് യൂസ് ചെയ്തിരിക്കുന്നത്. ടൈൽസ് എല്ലാം ക്ലാഡിങ് എല്ലാം ബ്രാൻഡഡാണ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ നമുക്ക് നേരെ ഇനി ഇവിടുത്തെ രണ്ടാമത്തെ റൂമിലേക്ക് പോകാം. അതുപോലെ റൂമിൻ്റെ ഡോറുകളുടെ കാര്യം പറയാൻ പറഞ്ഞു, ഒരു സിംഗിൾ ഫിനിഷ് വരുന്ന ഡോറാണ് യൂസ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ നമുക്ക് നേരെ റൂമിൻ്റെ കാഴ്ചകളിലേക്ക് വരാം. ഇവിടെയും നോക്കുവാണെങ്കിൽ നമ്മൾ നേരത്തെ കണ്ടപോലെ തന്നെ നല്ല സ്പേസ്ഫുൾ റൂം തന്നെയാണ്. ഏകദേശം 12 സൈസ് വരുന്ന റൂം തന്നെയാണ്. അപ്പോൾ ഇവിടെ ഈ വാർഡ്രോബ് കൊടുത്തിട്ടുണ്ട്. അതുകൂടാതെ മുകളിൽ ആ ഒരു സർഫസ് ലൈറ്റുകൾ കൊടുത്തിട്ടുണ്ട്. ഇവിടെ ആയിട്ട് വാർഡ്രോബ് നോക്കുവാണെങ്കിൽ നമ്മൾ നേരത്തെ കണ്ട അതുപോലത്തെ വാർഡ്രോബ് തന്നെയാണ്, വേറെ വ്യത്യാസങ്ങളൊന്നും വരുത്തിയിട്ടില്ല. അതുപോലെ വാർഡ്രോബിൻ്റെ സൈഡിലായിട്ടാണ് മിറർ യൂണിറ്റ് കൊടുത്തിരിക്കുന്നത്. അപ്പോൾ നമുക്ക് നേരെ ഇനി ഇവിടുത്തെ വാഷ്റൂം എങ്ങനെയുണ്ടെന്ന് നോക്കാം. ഈ വാഷ്റൂം നോക്കുവാണെങ്കിലും ഇവിടെ യൂസ് ചെയ്തിരിക്കുന്നത് ഇവിടെ ഫുൾ സീലിംഗ് ഹൈറ്റ് വരെ ടൈൽ യൂസ് ചെയ്തിട്ടുണ്ട്. ഈ ഷവർ വരുന്നത് കൺസീൽഡ് ആണ്, നമ്മുടെ സീലിംഗിൻ്റെ മുകളിലായിട്ടാണ് ഷവർ വരുന്നത്. അതുകൂടാതെ ഹീറ്ററിനുള്ള പ്രൊവിഷൻ എല്ലാം റൂമുകളിൽ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് നേരെ ഇനി അപ്സ്റ്റെയറിലെ കാഴ്ചകളിലേക്ക് പോകും. അപ്സ്റ്റെയറിലേക്ക് വരുമ്പോൾ റൈറ്റ് സൈഡിലായിട്ട് ഫുള്ള് പ്രൊഫൈൽ ചാനൽ ലൈറ്റ് കൊടുത്തിരിക്കുകയാണ്. ട്രെഡ് ഗ്രാനൈറ്റ് ആണ്. അതോടെ ഹാൻഡ് റെയിൽസ് എല്ലാം ജിൻഡാൽ സ്റ്റൈൻലെസ് സ്റ്റീലാണ് കൊടുത്തിരിക്കുന്നത്. 304 ആണ്. അതുകൂടാതെ ഇവിടെ യൂസ് ചെയ്തിരിക്കുന്നത് 12 mm ടഫൺ ഗ്ലാസ് ആണ്. അപ്പോൾ ആരും ഇത്രയും എക്സ്പെൻസീവ് ആയതുകൊണ്ട് 12 mm ചെയ്യാറില്ല. അതും വേറെ എടുത്ത് പറയേണ്ട കാര്യമാണ്. ഇനി ഞാനൊരു ലാൻഡിംഗ് ഗിയറിൽ എത്തിയിരിക്കുകയാണ്. ലാൻഡിംഗിയുടെ പുറകിലായിട്ട് 3 വലിയ പർഗോളയും കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് നേരെ മുകളിലേക്ക് വരാം. നേരെ വരുന്നത് അപ്പർ ലോഞ്ചിലേക്കാണ്. ഇവിടെ നോക്കുവാണെങ്കിൽ ഇവിടെ എല്ലാം യൂസ് ചെയ്തിരിക്കുന്നത് കജാരിയുടെ വെട്രിഫൈഡ് ടൈലാണ്. 4x2 സൈസാണ്. മുകളെല്ലാം സർഫസ് ലൈറ്റാണ് കൊടുത്തിരിക്കുന്നത്. അതുകൂടാതെ ഇവിടെ TV യൂണിറ്റ് വയ്ക്കാനുള്ള ആ ഒരു സ്പേസും കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു അപ്പർ ലോഞ്ച് നോക്കുവാണെങ്കിൽ അത് വിശാലമായിട്ടുള്ള അപ്പർ ലോഞ്ചാണ്. അതുകൂടാതെ ഇവിടുന്ന് തന്നെ 2 ബാൽക്കണി വരുന്നുണ്ട്. ഇനി റൂമിൽ നിന്ന് ഒരു ബാൽക്കണി ഉണ്ട്. അങ്ങനെ നോക്കുവാണെങ്കിൽ ടോട്ടലി 3 ബാൽക്കണി ഉണ്ട്. ഇനി നമുക്ക് നേരെ ഇവിടുത്തെ റൂമിലെ കാഴ്ചകളിലേക്ക് വരാം. ഈ ഒരു റൂം നോക്കുവാണെങ്കിലും താഴെ കണ്ടതുപോലെ തന്നെയാണ്, വലിയ റൂമുകളാണ്. അതുപോലെ വാർഡ്രോബിൽ നിന്ന് യാതൊരു വ്യത്യാസം വരുത്തിയിട്ടില്ല. ഇവിടെ എല്ലാം നമ്മളെല്ലാ റൂമിലും കണ്ടതുപോലെ തന്നെയാണ്. ഈ ഫ്രണ്ടിലായിട്ടൊരു പ്രോ ലിഫ്റ്റ് വിൻഡോയും കൊടുത്തിട്ടുണ്ട്. അപ്പം നമുക്ക് നേരെ ഇവിടുത്തെ വാഷ്റൂം എങ്ങനെയുണ്ടെന്ന് നോക്കാം. ഈ ഒരു വാഷ്റൂം നോക്കുവാണെങ്കിൽ താഴെ കണ്ടതുപോലെ തന്നെ നല്ല വിശാലമായിട്ടുള്ള വാഷ്റൂമാണ്, നല്ല ലെങ്തി ആയിട്ടുള്ള വാഷ്റൂമാണ്. ഇവിടെയും വോൾ മൗണ്ടഡ് ക്ലോസറ്റ് യൂസ് ചെയ്തിരിക്കുന്നത്. ഫിറ്റിങ്സ് എല്ലാം ജാഗോർ തന്നെയാണ്, അതിന് യാതൊരു വ്യത്യാസം വരുത്തിയിട്ടില്ല. ഇനി നമുക്ക് നേരെ ഈ റൂമിൻ്റെ ബാൽക്കണി കാഴ്ചകളിലേക്ക് പോകും. ഇതെല്ലാം ബാൽക്കണി ഡോർ നോക്കുവാണെങ്കിൽ ഫുള്ള് രാവിലെ നിർമ്മിച്ചിരിക്കുന്നത്. അപ്പോൾ നമുക്ക് നേരെ ബാൽക്കണിയിലേക്ക് വരാം. നല്ല വിശാലമായിട്ടുള്ള ബാൽക്കണി തന്നെയാണ്. ഇവിടെ നോക്കുവാണെങ്കിലും ഒരു ഡിസൈനൊക്കെ കൊടുത്തിട്ടുണ്ട്. ഇതുകൂടാതെ തന്നെ ഇവിടെയും സ്റ്റൈൻലെസ് സ്റ്റീൽ ജിൻഡാലിൻ്റെ 304 യൂസ് ചെയ്തിരിക്കുന്നത്. അതുകൂടാതെ തന്നെ ടഫൺ ഗ്ലാസ് യൂസ് ചെയ്തിട്ടുണ്ട്. അതുപോലെ മുകളിലായിട്ടുള്ള സിമ്പിളായിട്ടുള്ള സർഫസ് ലൈറ്റും കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് നേരെ ഇനി ഇവിടുത്തെ അടുത്ത 4ാമത്തെ റൂമിലെ കാഴ്ചകളിലേക്ക് പോകും. അപ്പോൾ ഇതാണ് 4ാമത്തെ റൂം. 4ാമത്തെ റൂം നോക്കുകയാണെങ്കിൽ നല്ല സ്പേസുള്ള റൂം തന്നെയാണ്. ഇവിടുത്തെ ഒരു പ്രത്യേകത എന്ന് പറയുമ്പോൾ 2 വലിയ വിൻഡോസാണ്, അത് തന്നെയാണ് ഏറ്റവും വലിയ പ്രത്യേകത. അപ്പോൾ നമുക്ക് നേരെ ഇനി ഇവിടുത്തെ റൂമിലേക്ക് വരാം, വാഷ്റൂമിലേക്ക് വരാം. വാഷ്റൂം നോക്കുവാണെങ്കിലും ജാഗോറിൻ്റെ ഫിറ്റിങ്സ് തന്നെയാണ്, അതിന് യാതൊരു വ്യത്യാസവും വരുത്തിയിട്ടില്ല. നമ്മൾ താഴെ കണ്ടതുപോലെ തന്നെയാണ്, ഫുള്ള് വോൾ മൗണ്ട് തന്നെ യൂസ് ചെയ്തിരിക്കുന്നത്. എല്ലാം വിശാലമായിട്ടുള്ള റൂമുകളാണ്. അപ്പോൾ നമുക്ക് നേരെ ഇനി ഇവിടുത്തെ 2 ബാൽക്കണി ഉണ്ട്. ആ ബാൽക്കണി കാഴ്ചകളിലേക്ക് പോകും. ഇതാണ് നമ്മുടെ അപ്പർ ലോഞ്ചിൽ നിന്നുള്ള കോമൺ ബാൽക്കണി. ഇത് നോക്കുവാണെങ്കിൽ നല്ല സ്പേസ് ഉള്ള ബാൽക്കണി തന്നെയാണ്. ഇവിടെ യൂസ് ചെയ്തിരിക്കുന്നത് 4x2 സൈസുള്ള കജാരയുടെ വെട്രിഫൈഡ് ടൈലാണ്. അതുപോലെ മുകളിലെല്ലാം സിമ്പിളായിട്ട് ലൈറ്റാണ് യൂസ് ചെയ്തിരിക്കുന്നത്. ഇവിടെയും വലിയൊരു ഒറ്റ വിൻഡോ ആണ്. ഇതെല്ലാം നാച്ചുറൽ സ്റ്റോൺ തന്നെയാണ്. പർഗോളം കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇനി നമുക്ക് നേരെ ഇനി അടുത്ത ബാൽക്കണി ഗേറ്റിലേക്ക് പോകും. ഇതാണ് ഞാൻ പറഞ്ഞ 3ാമത്തെ ബാൽക്കണി. ഇത് UPVC വിൻഡോസാണ് യൂസ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ നമുക്ക് ഈ 3ാമത്തെ ബാൽക്കണിയിലേക്ക് വരാം. ഇവിടെയും ഞങ്ങളുടെ L ഷേപ്പിന് പോയിരിക്കുന്ന ഒരു ബാൽക്കണിയാണ്. ഇവിടെ എല്ലാം പ്ലാന്റ്സ് വെച്ച് പിടിപ്പിച്ചിട്ടുണ്ട്. ഇവിടെ റൈറ്റ് സൈഡിലായിട്ട് ടെറാക്കോട്ട ജാളി കൊടുത്തിട്ടുണ്ട്. അതിൽ തന്നെ ഒരു G8 ട്യൂബിലുള്ള പർഗോളയും കൊടുത്തിട്ടുണ്ട്. നമുക്കിവിടെ ആയിട്ട് നല്ലൊരു ഊഞ്ഞാല കൊടുത്തിട്ടുണ്ട്. നമുക്കിവിടെ സ്പെൻഡ് ചെയ്യാൻ പറ്റിയ ഒരു ഏരിയ ആണ്. ഇവിടെ നമുക്കിങ്ങനെ ഫ്രീ ആയിട്ടിരിക്കാൻ പറ്റിയ സ്ഥലം കൂടിയാണ്. അപ്പോൾ നമുക്ക് ഈവനിങ് ഒക്കെ എൻജോയ് ചെയ്യാൻ പറ്റിയൊരു ഏരിയ ആണ്. അപ്പോൾ നമുക്കൊരു ഗസീബോ പോലെ, ചെറിയൊരു ഗസീബോ സ്പേസ് എന്നൊക്കെ പറയുന്നതിന്. അപ്പോൾ നമുക്ക് നേരെ ഇനി ഓപ്പൺ ടെറസിലെ കാഴ്ചകളിലേക്ക് പോകും. അപ്പോൾ നമുക്ക് നേരെ ഓപ്പൺ ടെറസിലേക്ക് വരാം. ഇവിടെ ഒരു ഓപ്പൺ ടെറസ് കൊടുത്തിട്ടുണ്ട്. ഇവിടെയാണ് നമുക്ക് വാഷിംഗ് മെഷീനെ വയ്ക്കാനുള്ള സ്പേസ് വരുന്നത്. ഇനി നമുക്ക് നേരെ റൂഫ് ടോപ്പ് ഏരിയയിലേക്ക് പോകും. ഈ ഒരു അപ്സ്റ്റെയർ കയറി നേരെ റൂഫ് ടോപ്പിലേക്ക് പോകും. അപ്പോൾ നമ്മൾ അപ്സ്റ്റെയർ കയറി ലാൻഡിംഗ് ഏരിയയിലേക്ക് എത്തുമ്പോൾ ഇവിടെ ആയിട്ട് നമുക്ക് പ്ലാന്റ്സ് ഒക്കെ വെച്ച് പിടിപ്പിക്കാൻ പറ്റിയ ആ ഒരു സ്പേസും കൊടുത്തിട്ടുണ്ട്. ഒരു സ്ഥലവും പഴുക്കളഞ്ഞിട്ടില്ല. അപ്പോൾ നമുക്ക് നേരെ റൂഫ് ടോപ്പിലേക്ക് വരാം. ഈ ഒരു റൂഫ് ടോപ്പ് ഏരിയ നോക്കുവാണെങ്കിൽ നല്ല സ്പേസ് ഉള്ള ഏരിയ ആണ്. അതുകൂടെ ഇവിടുത്തെ വേറൊരു പ്രത്യേകത എന്ന് വെച്ചാൽ ഇവിടുത്തെ ഒരു വോളുണ്ട്, അത് മുകളിലെ ഭിത്തിയുടെ ഹൈറ്റ് കണ്ടോ, നല്ല ഹൈറ്റ് ഉണ്ട്. നമ്മളെവിടെയും അങ്ങനെ കാണാറില്ല ഇത്രയും ഹൈറ്റ്. ഹൈലി സേഫാണ്, കുട്ടികളെ കയറുന്നത് വളരെ സേഫാണ്. ഇത്രയും ഹൈറ്റ് ഉണ്ട്. അത് നമ്മളതിൽ കാണാത്തതാണ്, കാരണം കോസ്റ്റ് കട്ടിൻ്റെ ഭാഗമായിട്ട് എല്ലാവരും ഈ ഒരു ഹൈറ്റേ കൊടുക്കാറുള്ളൂ. പക്ഷേ ഇവിടെ ഫുൾ ഇത്രയും ഹൈറ്റ് കൊടുത്തിട്ടുണ്ട്. അതുകൂടാതെ തന്നെ വാട്ടർ ടാങ്കിന് നമുക്ക് KWA ഉണ്ട്. അതുകൂടാതെ തന്നെ ഇവിടുത്തെ കിണറിൻ്റെ കണക്ഷൻ കൊടുത്തിട്ടുണ്ട്.
അതുകൂടാതെ ഇനിയൊരു ടാങ്ക് വയ്ക്കണം, അതിനുള്ള സ്പേസും ഉണ്ട്. ഇങ്ങോട്ടേക്ക് ഒരു G2 സെറ്റ് ചെയ്യാൻ പറ്റുന്നതാണ്. ഇനി ഇവിടെ വാട്ടർ പ്രൂഫ് കോട്ടും ചെയ്തു തരുന്നതാണ്. അപ്പോൾ പോത്തൻകോടിന് വളരെ അടുത്തുള്ള 5.1 സെൻറ്റിൽ 2100 സ്ക്വയർ ഫീറ്റിൽ അതിവിശാലമായിട്ടുള്ള നല്ല ക്വാളിറ്റിയുള്ള ഈ ഒരു വീട് അത് 85 ലക്ഷം രൂപയ്ക്ക് അകത്ത് നിന്ന് സ്വന്തമാക്കാൻ പറ്റുന്നതാണ്. ഈ വീട് സ്വന്തമാക്കണമെങ്കിൽ എന്നെ കോൺടാക്ട് ചെയ്യാം. നമ്പർ ഞാൻ ഡിസ്പ്ലേ കൊടുത്തിട്ടുണ്ട്. ഇതുപോലുള്ള പുതിയ വീഡിയോസ് ആവശ്യമുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ നമുക്ക് അടുത്തൊരു വീടുമായി കാണാം. താങ്ക് യു.